പകരമാണെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഞാനും ബാലകൃഷ്ണക്കുറുപ്പിന് മകൻ തന്നെയാണ്. ഞാൻ മുല്ലേത്തെ മാധവൻകുട്ടിയാണെങ്കിൽ ഇതിന് പകരം ചോദിക്കും. ഞാൻ മുന്നേത്തെ കൃഷ്ണൻകുട്ടിയാണെങ്കിൽ ഇത് പകരം ചോദിക്കും. എന്താ പ്രശ്നം? ഇതാണ് പ്രശ്നം. നോൺസെൻസ്. ഇതെന്താ കാലത്തെന്തെയാണോ? സാർ ഇവനെ പിടിച്ച് പുറത്താക്കണം സാർ, ഇവനെ പിടിച്ച് പുറത്താക്കണം സാർ. മനസ്സിലായി. അച്ചടക്കത്തോടെ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥാപനമാണിത്. നിങ്ങളെ പോലുള്ളവരെ ഇവിടെ വെച്ചു ഓർപ്പിക്കാൻ പറ്റില്ല. സാർ Get out. Both of you get out. വേണ്ട, ഇനി അധികം വിസ്തരിക്കണ്ട. അയാള് വിളിച്ചു പറഞ്ഞപ്പോ എന്റെ തൊലി ഉരിഞ്ഞു പോയി. നാണക്കേട്. കുറുപ്മാഷ മക്കള്. ഇനി നിനക്കൊക്കെ വേണ്ടി ഒരുത്തന്റെ അടുക്കലും ഞാൻ റെക്കമെൻഡേഷൻ പറയില്ല. എനിക്ക് മതിയായി. പോയിക്കോ എന്റെ മുമ്പിന്ന്. ഇതിന് മാത്രം പറയാൻ ഇവന് എന്ത് തെറ്റിയതെന്നാ? നീ ഒരുത്തിയാണ് ഇവനെ ലാളിച്ച് ഇത്രയും വഷളാക്കിയത്. വഷളാക്കെങ്കിലും ഞാൻ അങ്ങ് സഹിച്ചോളാം. അല്ലെങ്കിലും അതെ, ഞാനും എന്റെ മോനും നിങ്ങക്ക് ചതുർത്തി കാണുന്ന പോലെയാ. വേറെ ഉണ്ടല്ലോ രണ്ടെണ്ണം നിങ്ങൾക്ക് പുന്നാരിക്കാൻ. എനിക്ക് തോന്നേ ഉള്ളൂ. എന്റെ കുഞ്ഞുലക്ഷ്മി, എനിക്ക് അവളും നീയും വേർതിരിവില്ലാന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഓ, കൊറേ കാലമായി ഞാനിത് കേൾക്കുന്നു. ഇവന് വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ലെന്നാണോ നീ പറയണേ? വേണ്ട, എനിക്ക് വേണ്ടി അച്ഛൻ ഇനി നാണം കിടണ്ട. ആരുടെ ഔദാര്യം ഇല്ലാതെ ഒരു ജോലി എനിക്ക് കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആ, നീ നോക്ക്. നോക്കാം. നോക്കടാ. നോക്കും. നോക്കാൻ. അച്ഛാ, എന്തേ നിന്റെ അച്ഛനെ ദയിപ്പിക്കാൻ സമയമായ? എനിക്കറിയില്ല. അമ്മൂനെ കാണാൻ വരാമെന്ന് പറഞ്ഞവർ വന്നിട്ടുണ്ട്. വന്ന് അവരോട് ചോദിക്കും. നീ പോയിക്കോ, ഞാൻ എന്താ വരുന്നു. ആരാ അവളെ കാണാൻ വന്നിരിക്കണേ? കളക്ടർ? ചോദിച്ചത് കേട്ടില്ലേ? നാം ഇറങ്ങിപ്പോയോ? പിന്നെ ഇത്രയും നാളെ ജോലി ചെയ്ത് അവളെ മക്കളെ തീറ്റിപ്പോറ്റി. ഇനി ശ്രീധരമെന്നും പറഞ്ഞ 5 പൈസ ഇവിടുന്ന് കൊണ്ടുപോകാന്ന് വിചാരിക്കണ്ട. നിന്റെ ഖജനാവിന്ന് ഒന്നും വേണ്ട. എന്റെ മോൾക്ക് മംഗല്യഭാഗ്യം ഉണ്ടെങ്കിൽ അത് നടക്കും.